ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. സോ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡലിലെ ഒരു ടോപ്പിക് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അതിൽ സിഗ്നൽസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റംസ്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട്, ഒരു കുറെ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ ബേസിക്കലി സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് എങ്ങനെയായിരിക്കണം? ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന, ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുത്താൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും കളക്റ്റീവ്ലി നോൺ ആസ് സിസ്റ്റംസ്. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നു. എന്ത് ഇൻപുട്ട് ആയിക്കോട്ടെ, സൈൻ വേവോ എന്തെങ്കിലും. ഇപ്പം ഇലക്ട്രോണിക്സിന് നമ്മൾ ബേസിക്കലി കൊടുക്കുന്നത് വേവ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്പെസിഫൈഡ് വേവ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന, അല്ലെങ്കിൽ ഇൻപുട്ടിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തി ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും കളക്റ്റീവ്ലി നോൺ ആസ് സിസ്റ്റം. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ ഈ രീതിയിലാണ് നോക്കുക. എ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് കൺവേർട്ട് എ സ്പെസിഫൈഡ് ഇൻപുട്ട് സിഗ്നൽ ടു ഔട്ട്പുട്ട് സിഗ്നൽ. ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും നമ്മൾ കളക്റ്റീവ്ലി എന്തെന്ന് പറയാൻ പറ്റും? സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ബേസിക്കലി ഇൻപുട്ട് നമ്മൾ ഇനി അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എല്ലായിടത്തും ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി എന്നും ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒയ് ഓഫ് ടി എന്നുമാണ്. ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി എന്നും ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒയ് ഓഫ് ടി എന്നുമാണ്. സോ ഇൻപുട്ട് ഒരു സിസ്റ്റത്തിൽ കൊടുത്താൽ, സിസ്റ്റം എന്ന് പറയുന്നത് കുറെ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ചേർന്നതാണ് സിസ്റ്റം. ബേസിക്കലി നമ്മൾ ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് ആംപ്ലിഫയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത്, പ്രോസസ് മീൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആംപ്ലിഫിക്കേഷൻസ് ഉണ്ട്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് നമ്മൾ സിഗ്നലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിന്റെ വോൾട്ടേജ് ലെവലിനെ കൂട്ടിയെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിന്റെ വോൾട്ടേജ് ലെവലിനെ കൂട്ടിയെടുക്കുക. അപ്പോൾ ആംപ്ലിഫയർ മാത്രമല്ല, ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടും നമുക്ക് എന്തെന്ന് പറയേണ്ടി വരും? ഒരു സിസ്റ്റം ആണെന്ന് പറയേണ്ടി വരും. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ ചേഞ്ച് വരുത്തി ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും കളക്റ്റീവ്ലി നമ്മൾ എന്തെന്ന് പറയും? സിസ്റ്റം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടും എന്ത് തന്നെയാണ്? ഓരോ സിസ്റ്റംസ് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സിസ്റ്റം എന്താണ്? ഇനി നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത്, സിസ്റ്റം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി അറിയേണ്ടത്. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അത് ലീനിയർ ഓർ നോൺ ലീനിയർ, ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്, കോസൽ ഓർ നോൺ കോസൽ, ഫോർത്ത് വൺ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. സ്റ്റാറ്റിക്കിന് പറയുന്ന വേറൊരു പേരാണ് മെമ്മറി ലെസ് സിസ്റ്റം ഓർ മെമ്മറി സിസ്റ്റം. ഓക്കെ അല്ലേ? മെമ്മറി ലെസ് സിസ്റ്റം ഓർ മെമ്മറി സിസ്റ്റം. അപ്പൊ ഈ രീതിയിൽ അതിന് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ലീനിയർ ഓർ നോൺ ലീനിയർ. ഓരോ പ്രോപ്പർട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഓരോ പ്രോപ്പർട്ടീസ് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, ഒരു സിസ്റ്റം തന്നിട്ട് അത് ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ, അതുപോലെ കോസൽ ആണോ നോൺ കോസൽ ആണോ, അതുപോലെ സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ, ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടീസും സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ എന്താ പറയാനുണ്ട്? നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാനുണ്ട്. അത് ഒരു സിസ്റ്റം തന്നിട്ട് ഈ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യാനാണ് ബേസിക്കലി നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നത്, ഒരു സ്പെസിഫൈഡ് സിസ്റ്റം തന്നിട്ട് ഈ പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക്കലി നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യുന്ന ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി ഓരോ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണ് എയിം ചെയ്യുന്നത്, എന്താണ് അത് എയിം ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് പോവാം ലീനിയർ ഓർ നോൺ ലീനിയർ. ഒരു സിസ്റ്റം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ള കാര്യം. സോ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ലീനിയർ സിസ്റ്റംസ് മേ ബി ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം ദാറ്റ് സാറ്റിസ്ഫൈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റം ലീനിയർ സിസ്റ്റം ആവണമെങ്കിൽ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതെന്താ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ഇഫ് ഓവറോൾ സം ഓഫ് ദ ഔട്ട്പുട്ട് ഗീവ്സ് ഓവറോൾ ഇൻപുട്ട് സം, ഇറ്റ് സാറ്റിസ്ഫൈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓവറോൾ ഔട്ട്പുട്ടിന്റെ സം എന്ന് പറയുന്നത് ഓവറോൾ ഇൻപുട്ടിന്റെ സമ്മിന് എന്താവണം? ഈക്വൽ ആവണം. അതർവൈസ് ഇറ്റ് ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ. ഇത് അതിന്റെ ഡെഫിനിഷൻ ആണ്. നമുക്ക് ഡെഫിനിഷൻ ആയിട്ടൊന്നും അറിയണ്ട. നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ തിയറി കൺസെപ്റ്റ്, ആദ്യം കുറച്ചുകൂടെ ക്ലാരിഫൈ ആയിട്ട് നമുക്ക് നോക്കാം. അതിനാദ്യം ഞാൻ പറഞ്ഞു, സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻപുട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സിസ്റ്റത്തിൽ കൊടുത്തു.
എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൊടുത്തു. എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻപുട്ട് എന്ന് ഞാൻ പറഞ്ഞു. എക്സ് ഓഫ് ടി ആണ് ഇനി മുതൽ എല്ലായിടത്തും നമ്മൾ ഇൻപുട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒയ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എൻ്റെ എന്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എക്സ് ഓഫ് ടി ഇൻപുട്ട്, ഒയ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഔട്ട്പുട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇൻപുട്ടിനെ രണ്ട് സെപ്പറേറ്റ് ഇൻപുട്ട് ആക്കി മാറ്റുകയാണ്. ദിസ് വൺ x1 ഓഫ് ടി ആൻഡ് സെക്കൻഡ് വൺ x2 ഓഫ് ടി. ഒന്നാമത്തത് x1 ഓഫ് ടി എന്നും രണ്ടാമത്തെ x2 ഓഫ് ടി എന്നും. ഇതിന് ഞാൻ ഒരു സിസ്റ്റത്തിൽ കൊടുത്തു, S1 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കൊടുത്തു. ഇതിന് ഞാൻ വേറൊരു സിസ്റ്റത്തിൽ കൊടുത്തു, S2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കൊടുത്തു. ഇതൊരു x1 എന്ന ഇൻപുട്ട് S1 എന്ന സിസ്റ്റത്തിൽ കൊടുത്തു, x2 എന്ന ഇൻപുട്ട് S2 എന്ന സിസ്റ്റത്തിൽ കൊടുത്തു. രണ്ടിടത്തും രണ്ട് ഔട്ട്പുട്ട് എനിക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. ആ രണ്ട് ഔട്ട്പുട്ടിനെയും കൂടെ ഞാൻ ആഡ് ചെയ്തു, ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റി. ഇവിടെ കിട്ടിയ ഓരോ ഔട്ട്പുട്ടും ഇത് y1 ഓഫ് ടി എന്ന് എഴുതി, ഇത് y2 ഓഫ് ടി എന്ന് എഴുതി. അപ്പോൾ ഇതിനെ രണ്ടിനെയും സം ചെയ്ത് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് സെപ്പറേറ്റ് ഇൻപുട്ട് എടുത്തു, രണ്ട് സെപ്പറേറ്റ് സിസ്റ്റത്തിൽ കൊടുത്തു, രണ്ട് ഔട്ട്പുട്ട് കിട്ടി. ആ രണ്ട് ഔട്ട്പുട്ടും കൂടെ ആഡ് ചെയ്ത് ഞാൻ ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റി. ദാറ്റ് മീൻസ് y ഓഫ് ടി എന്നാക്കി മാറ്റി. ഇനി ഇതേപോലെ തന്നെ ഇതേ രണ്ട് ഇൻപുട്ടിനെ എടുക്കുകയാണ്, x1 ഓഫ് ടി എന്നും x2 ഓഫ് ടി എന്നും. x1 ഓഫ് ടി ആൾസോ x2 ഓഫ് ടി. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻപുട്ടിനെയും കൂടെ ഞാൻ ഒറ്റ ഇൻപുട്ടാക്കി മാറ്റി, ആഡ് ചെയ്ത് ഒറ്റ ഇൻപുട്ടാക്കി മാറ്റി. രണ്ട് ഇൻപുട്ട് എടുത്തു, ആഡ് ചെയ്ത് ഒറ്റ സിംഗിൾ ഇൻപുട്ടാക്കി മാറ്റി. എന്നിട്ട് ആ ഇൻപുട്ടിനെ എടുത്ത് ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്തു. ഓക്കെ, എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൊടുത്തു. രണ്ട് ഇൻപുട്ടിനെ ആഡ് ചെയ്ത് ഒറ്റ ഇൻപുട്ടാക്കി മാറ്റി. അതിന് ഞാൻ എസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കൊടുത്തു. അപ്പോൾ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി y ഓഫ് ടി, അല്ലെങ്കിൽ y ഡാഷ് എന്ന് എടുത്താലും മതി. അവിടെ നമ്മൾ y ഓഫ് ടി എന്നാണ് എടുത്തത്, ഇവിടെ y ഡാഷ് ഓഫ് ടി. ഓക്കെ അല്ലേ? സോ അവിടെ y ഓഫ് ടി ആണ്, ദിസ് വൺ y ഡാഷ് ഓഫ് ടി ആണ്. ഈ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആണെങ്കിൽ, അതായത് y ഓഫ് ടി ഈക്വൽ ടു y ഡാഷ് ഓഫ് ടി, ഈ രണ്ട് ടേംസും സെയിം ആണ് കിട്ടുന്നതെങ്കിൽ, y ഓഫ് ടിയും y ഡാഷ് ഓഫ് ടിയും സെയിം ആണ് കിട്ടുന്നതെങ്കിൽ സിസ്റ്റം ലീനിയർ. ഇനി അതല്ല ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ നോൺ ലീനിയർ. അവിടെ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് ഔട്ട്പുട്ടിനെടുത്ത് കമ്പൈൻ ചെയ്ത് ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റി. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് ഇൻപുട്ടിനെയും കമ്പൈൻ ചെയ്ത് ഒറ്റ സിംഗിൾ ഇൻപുട്ടാക്കി മാറ്റിയിട്ട് അതിനെ ഞാൻ സിസ്റ്റത്തിൽ കൊടുത്ത് എന്നിട്ടാണ് എനിക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. സോ ഈ രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി അതല്ല ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയും. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ക്ലാസ്സസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി മാറുക. ഓക്കെ, സോ തീർച്ചയായും നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ലീനിയർ സിസ്റ്റം ആണെങ്കിലും എല്ലാ പ്രോപ്പർട്ടീസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്ന കണ്ടീഷൻ വെരിഫൈ ചെയ്ത് നോക്കുന്നത്. ഒരു സിസ്റ്റം ലീനിയർ ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തെ ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത്, ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്. ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്. എന്താണ് ടൈം ഇൻവേരിയന്റ്? ടൈം ഇൻവേരിയന്റ് എന്ന് വച്ച് ഉദ്ദേശിക്കുന്നത്, ഒരു സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു എന്തൊക്കെ ഉണ്ടാകും? ഇൻപുട്ട് ഉണ്ടാകും, ഔട്ട്പുട്ട് ഉണ്ടാകും, പിന്നെ ഇൻപുട്ടിനെ ചേഞ്ച് വരുത്തുന്ന ഔട്ട്പുട്ടിന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും കമ്പൾസറി ആയിട്ട് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കൊരു സിസ്റ്റത്തിന്റെ എക്സ്പ്രഷൻ നമുക്ക് മീൻസ് നമുക്കത് പ്രോപ്പർ ആയിട്ടൊരു എക്സ്പ്രഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇൻപുട്ട് സിഗ്നലിന് ഒരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ ഇൻപുട്ട് സിഗ്നലിൽ കൊടുത്താൽ, ആ ഇൻപുട്ടിന് ഒരു ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ കൊടുത്താൽ സെയിം ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിൽ അഫക്റ്റ് ചെയ്യുമെങ്കിൽ, ഇൻപുട്ടിൽ ഞാനൊരു ഷിഫ്റ്റ് കൊടുത്താൽ അതേ ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുമെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ പറയുന്നതാണ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ആ പേര് വളരെ ശ്രദ്ധിക്കുക. ഇൻപുട്ടിന് ഞാനൊരു ഷിഫ്റ്റ് കൊടുത്താൽ, ഇൻപുട്ട് വേവിന് ഒരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ ഷിഫ്റ്റ് തന്നെ, സെയിം ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിൽ അഫക്റ്റ് ചെയ്യുമെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ പറയുന്നതാണ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇനി അതല്ല, ഇൻപുട്ടിൽ ഞാനൊരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഷിഫ്റ്റ് ആണ് ഔട്ട്പുട്ടിൽ അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം വേരിയന്റ് സിസ്റ്റം. അപ്പൊ ഡിഫറെന്റ് ആണ്, ടൈം ഷിഫ്റ്റിംഗ് ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് വേരിയന്റ് സിസ്റ്റം ആണ്. അതല്ല, ടൈം ഷിഫ്റ്റിംഗ് സെയിം ആണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? ഔട്ട്പുട്ടിന് ഒരു ഷിഫ്റ്റ് ഇൻപുട്ടിന് ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുമെങ്കിൽ അത് അത് ഇൻവേരിയന്റ് സിസ്റ്റം.
ഇനി അതല്ല ഡിഫറൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ടൈം വേരിയൻറ്റ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. y of t ഈക്വൽ ടു t ഇൻറ്റു എക്സ് ഓഫ് ടി. ഇതെല്ലാം ഏത് സിസ്റ്റമാണ് അത് നമ്മൾ ഓർക്കണം. ഏത് സിസ്റ്റമാണ്? കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ? ഇത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റമാണ്. കാരണം എന്താ? കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതും. അതുകൊണ്ട് തന്നെ അത് എന്താണ്? കണ്ടിന്യൂസ് ടൈം സിസ്റ്റമാണ്. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആയിരുന്നെങ്കിൽ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമായിരുന്നു? y ഓഫ് n എന്നും എക്സ് ഓഫ് n എന്നും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ t ഇൻറ്റു എക്സ് ഓഫ് ടി ഇതൊരു സിസ്റ്റമാണ്. അപ്പൊ എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട്, y ഓഫ് ടി എന്ന് പറയുന്നതാണ് എൻ്റെ ഔട്ട്പുട്ട്. അത് രണ്ടും എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇൻപുട്ടിനെ ഞാൻ ആദ്യം ഒരു ഷിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഓഫ് ടി ഈക്വൽ ടു എന്ത് മാറ്റം വരും? t ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻപുട്ട്. ആ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഞാനൊരു ഷിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. അതായത് ക്യാപിറ്റൽ ടി യൂണിറ്റ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടി യൂണിറ്റ് ആണ് അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് ടി മൈനസ് 1, ടി മൈനസ് 2, ടി പ്ലസ് 1, ടി പ്ലസ് 2 അതൊക്കെയാണ് ടൈം ഷിഫ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. സോ അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്ത് വെക്കുക. അവിടെ എന്താ ചെയ്തത്? ഇൻപുട്ടിന് ഞാൻ ഷിഫ്റ്റ് കൊടുത്തു. സെയിം രീതി തന്നെ ഞാൻ എടുത്ത് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ടിന് ഞാൻ ഷിഫ്റ്റ് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമിൽ നിന്ന് വരികയാണ്. ഔട്ട്പുട്ടാണ് y ഓഫ് ടി. ഈ y ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഈ രണ്ട് ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ടിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സ് ഓഫ് ടിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സ് ഓഫ് ടി ഇൻറ്റു ടി എന്ന് പറയുന്നതാണ് y ഓഫ് ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ടേമിൽ എവിടെയെല്ലാം ടി ഉണ്ടോ അവിടെയെല്ലാം ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുക. ടി മൈനസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു ടി മൈനസ് ടി ഇവിടെയുണ്ട്. ടി മൈനസ് ക്യാപിറ്റൽ ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ്റെയും രണ്ടാമത്തെ ഇക്വേഷൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് വെരിഫൈ ചെയ്യുക. RHS പാർട്ട് വെരിഫൈ ചെയ്യുക. RHS പാർട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് സെയിം ആണോ ഡിഫറൻ്റ് ആണോ കിട്ടുന്നത്? സെയിം ആണ് കിട്ടുന്നതെങ്കിൽ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. സെയിം ആണ് കിട്ടുന്നതെങ്കിൽ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇനി അതല്ല ഡിഫറൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ടൈം വേരിയന്റ് സിസ്റ്റം. നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഡിഫറൻ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് ഏത് സിസ്റ്റമാണ്? ടൈം വേരിയന്റ് സിസ്റ്റം. ടൈം വേരിയന്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ടൈം ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ടൈം വേരിയന്റ് സിസ്റ്റം. ഓക്കെ ആണല്ലോ? ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? നമ്മളത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്താണ് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി മാറുക. സോ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അപ്പോൾ ആ രീതിയിലാണ് ടൈം ഇൻവേരിയന്റ് ആണോ വേരിയന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇനി സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത് കോസൽ ഓർ നോൺ കോസൽ സിസ്റ്റം. എന്താണ് കോസൽ സിസ്റ്റം? എന്താണ് നോൺ കോസൽ സിസ്റ്റം? കോസൽ സിസ്റ്റം പറയുന്നത് ഒരു സിസ്റ്റം നമുക്കറിയാം. ആ സിസ്റ്റത്തിലെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ടെന്ന് അറിയാം. ഇൻപുട്ടിന് ഞാൻ കൊടുക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേജ് ആണോ പാസ്റ്റ് സ്റ്റേജ് ആണോ ഫ്യൂച്ചർ സ്റ്റേജ് ആണോ? ഇൻപുട്ടിന് പ്രസന്റ് സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടും പ്രസന്റിലെയോ പാസ്റ്റിലെയോ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേജ്, അതായത് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് ഓർ പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ഈസ് നോൺ ആസ് കോസൽ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ പ്രസന്റിനെയോ പാസ്റ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, പ്രസന്റ് സ്റ്റേജിനെയോ പാസ്റ്റ് സ്റ്റേജിനെയോ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത് സിസ്റ്റം? കോസൽ സിസ്റ്റം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? നോൺ കോസൽ സിസ്റ്റം എന്ന് പറയും. എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ present or past value of input. A system whose output depends on present or past value of input known as causal system. അങ്ങനെ അല്ലാത്തത് എന്ത് സിസ്റ്റമാണ്? നോൺ കോസൽ സിസ്റ്റം ആണ്. ഇവിടെ ഇപ്പോൾ കോസലും നോൺ കോസലും ചെക്ക് ചെയ്യുന്ന എങ്ങനെ? ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. y of n ഈക്വൽ ടു x of n ഇൻറ്റു x of n മൈനസ് 1. x of n ഇൻറ്റു x of n മൈനസ് 1. ഇതിൽ ഞാൻ എന്നിനെ ഈ സിസ്റ്റം കോസലാണോ നോൺ കോസലാണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് നമുക്ക് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്നിന് ഒരു വാല്യൂ കൊടുക്കുന്നു. എന്നിന് സപ്പോസ് ഞാൻ 0 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഏത് വാല്യൂ അങ്ങനെ കൊടുക്കാം. എന്നിന് ഞാൻ 0 കൊടുത്തു. എന്നിന് 0 കൊടുത്ത സമയത്ത് y of 0 ഈക്വൽ ടു x of 0 ഇൻറ്റു x of മൈനസ് 1 എന്ന് വന്നു. ശരിയല്ലേ? x of 0 ഇൻറ്റു x of മൈനസ് 1. ഇനി അടുത്ത് ഇതേപോലെ തന്നെ എന്നിന് ഞാൻ 1 കൊടുക്കുക. എന്നിന് 1 കൊടുത്ത സമയത്ത് എന്താ സംഭവിക്കുക? y of 1 ഈക്വൽ ടു x of 1 ഇൻറ്റു x of 1 മൈനസ് 1, അതായത് 0. എന്നിന് 0 കൊടുത്തു. ആദ്യം എന്നിന് 0 കൊടുത്തു, അടുത്ത് എന്നിന് 1 കൊടുത്തു, അടുത്ത് എന്നിന് വേറൊരു വാല്യൂ കൊടുക്കുകയാണ്, -1 കൊടുക്കുകയാണ്. എന്നിന് -1 കൊടുക്കുകയാണ്. സോ എന്നിന് -1 കൊടുക്കുന്ന സമയത്ത്
ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. y of -1 ഈക്വൽ ടു x of -1 x of then എന്താ -1 അതെന്താണ് -2 -1 അതായത് -2. അപ്പോ എന്നിന് ഏതൊക്കെ വാല്യൂ കൊടുക്കണം? 0 കൊടുത്തു, 1 കൊടുത്തു, -1 കൊടുത്തു. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ കൊടുത്തു, ഒരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു, 0 കൊടുത്തു. ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്. സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഏതെല്ലാം സ്റ്റേജ് ആണ്? ഔട്ട്പുട്ട് 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇൻപുട്ട് 0-ൽ നിൽക്കുന്നു, ഇൻപുട്ട് എവിടെയും നിൽക്കുന്നു? -1-ൽ നിൽക്കുന്നു. ഔട്ട്പുട്ട് 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇൻപുട്ടും 0 എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ട് ഏത് സ്റ്റേജിൽ നിൽക്കുകയാണ്? -1 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുകയാണ്. അതായത് 0 വിത്ത് റെസ്പെക്ട് ടു 0 എന്താണ്? പ്രസന്റ് സ്റ്റേജ് ആണ്. ഔട്ട്പുട്ട് 0 നിൽക്കുമ്പോൾ ഇൻപുട്ട് 0-ലാണെങ്കിൽ അത് എന്ത് സ്റ്റേജ് ആണ്? പ്രസന്റ് സ്റ്റേജ് ആണ്. ഔട്ട്പുട്ട് 0 നിൽക്കുന്ന സമയത്ത് ഇൻപുട്ട് എവിടെയാണ് നിൽക്കുന്നത്? -1-ൽ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ 0 വിത്ത് റെസ്പെക്ട് ടു -1 എന്ന് പറയുന്ന ഏത് സ്റ്റേജ് ആണ്? പാസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രസന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെയിം രീതി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാലോ y of -1, y of 1, x of 1, അതുപോലെ ഇവിടെ എന്താണ്? x of 0. ഔട്ട്പുട്ട് 1-ൽ നിൽക്കുന്ന സമയത്ത് ഇൻപുട്ട് എവിടെയാണ് നിൽക്കുന്നത്? 1-ൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ y of 1 എന്ന് പറയുന്നത് x of 1-നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് 1 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇൻപുട്ടും 1 എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ആൾസോ ഇൻപുട്ട് എവിടെയും നിൽക്കുന്നു? 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ 1-ന് വിത്ത് റെസ്പെക്ട് ടു 0 എന്ന് പറയുന്നത് എന്ത് കണ്ടീഷനാണ്? പാസ്റ്റ് ആണ്. സെയിം രീതി നമുക്ക് ഇവിടെ നോക്കിയാലും അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ പ്രസന്റിനെയും പാസ്റ്റിനെയും, പ്രസന്റിനെയോ പാസ്റ്റിനെയോ ഓർ പ്രസന്റ് ഓർ പാസ്റ്റ്, അതാണ് ഇമ്പോർട്ടന്റ്. പ്രസന്റ് ആൻഡ് പാസ്റ്റ് എന്ന് വേണ്ട, പ്രസന്റ് ഓർ പാസ്റ്റ് വന്നാൽ മതി. അതായത് ഔട്ട്പുട്ട് പ്രസന്റ് ഓർ പാസ്റ്റ് ഇൻപുട്ട്. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതെന്താണ്? കോസലാണ്. പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതെന്താണ്? കോസലാണ്. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്, പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്. ഓക്കെ അല്ലേ? പക്ഷേ ഫ്യൂച്ചർ വന്നാൽ എപ്പോഴും തന്നെ എന്താണ്? നോൺ കോസലാണ്. അപ്പൊ പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും എന്താണ്? കോസലാണ്. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും അത് കോസലാണ്, പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും അത് കോസലാണ്. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്താലും അത് കോസലാണ്. പക്ഷേ ഫ്യൂച്ചർ വന്നാൽ അത് എന്ത് സിസ്റ്റമാണ്? നോൺ കോസൽ സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തുകൊണ്ടാണ് നമ്മളത് കോസലാണോ നോൺ കോസലാണോ എന്ന് നമുക്കിവിടെ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിലാണ് കോസൽ ഓർ നോൺ കോസൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതേപോലെ തന്നെ വേറൊരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്താണ്? സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്, എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്. ഒരു ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ പ്രസന്റ് വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാറ്റിക് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ പ്രസന്റ് വാല്യൂവിനെ മാത്രം പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്? സ്റ്റാറ്റിക് സിസ്റ്റം. ഇനി അതല്ല, പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ, നമുക്കിവിടെ കോസൽ പറഞ്ഞ സമയത്ത് പ്രസന്റ് ഓർ പാസ്റ്റ് എന്ന് മതിയായിരുന്നു. പക്ഷേ നമുക്കിവിടെ സ്റ്റാറ്റിക്കിലേക്ക് വരുമ്പോൾ പ്രസന്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, പാസ്റ്റോ ഫ്യൂച്ചറോ വന്നാൽ അതെന്താണ്? ഡൈനാമിക് ആണ്. പ്രസന്റ് മാത്രം വന്നാൽ മാത്രമേ സ്റ്റാറ്റിക് ആവുന്നുള്ളൂ. പാസ്റ്റോ ഫ്യൂച്ചറോ വന്നാൽ അതെന്താണ്? ഡൈനാമിക് സിസ്റ്റം എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ നമ്മൾ കോസൽ ചെക്ക് ചെയ്ത സമയത്ത് ചെയ്തത് രീതി, അതല്ലെങ്കിൽ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിക് ചെക്ക് ചെയ്യാനും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കോസലിൽ നമ്മൾ എന്താ ചെയ്തത്? എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തു. സെയിം രീതി തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിക് ചെക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമുക്ക് പറയേണ്ടി വരും? ഡൈനാമിക് സിസ്റ്റം ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് ബേസിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? ലീനിയർ ഓർ നോൺ ലീനിയർ, ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്, കോസൽ ഓർ നോൺ കോസൽ, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് ആണ് ബേസിക്കലി ചോദിക്കുന്നത്. തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് കൂടുതലും ചോദിക്കുന്നത്. ആ പ്രോബ്ലംസ് നമ്മൾ ചോദിക്കുന്നത് ഏത് രീതിയിലാണ്? നമുക്ക് ഈ കൊടുക്കുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ്. ലീനിയർ ഓർ നോൺ ലീനിയർ വെരിഫൈ ചെയ്യാൻ ചോദിക്കും, ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ് വെരിഫൈ ചെയ്യാൻ ചോദിക്കും, അതുപോലെ തന്നെ കോസൽ ഓർ നോൺ കോസൽ, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഓക്കെ, അപ്പൊ ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ള ടോപ്പിക്. ഓക്കെ, സോ ഇതിന്റെ ക്ലാസ്സസ് കംപ്ലീറ്റ്, ഇതിന്റെ തിയററ്റിക്കൽ ആണെങ്കിലും തിയററ്റിക്കൽ ക്ലാസ്സസ് ആണെങ്കിലും പ്രോബ്ലമാറ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും കംപ്ലീറ്റ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.